എൻ്റെ പേര് അനു ജേക്കബ് എന്നാണ്. ഞാനൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആലപ്പുഴയിൽ തന്നെ ഒരു ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 3/2/2023 അത് തന്നെ മാതാവായിട്ട് എന്നെ വിളിച്ചാന്ന് പറയാം. ഈ പറഞ്ഞ പോലെ ഞാൻ കൃപാസനം എന്ന് കേൾക്കുന്നത് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയുള്ളൂ. പുളുങ്കുന്നിലാണ് എൻ്റെ വീട്, കുട്ടനാട്ടുകാരിയാണ്. പക്ഷേ ഞാൻ കൃപാസനം എന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു സ്റ്റാഫ് എൻ്റെ അടുക്കെ പറഞ്ഞു, ഞാൻ കൃപാസനം എന്നുള്ള സ്ഥലത്ത് പോവുകയാണ്, നീ എൻ്റെ കൂടെ ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എനിക്ക് ഈ സ്ഥലം എന്താണെന്ന് മനസ്സിലായില്ല. അപ്പം പറഞ്ഞു, മാതാവിൻ്റെ ഒരു പള്ളിയാണ്, ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ വരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പള്ളിയും മാതാവാണുള്ളത്. അപ്പം എൻ്റെ മാതാവിന് നല്ല ശക്തിയുള്ള മാതാവാണ്, അവിടുത്തെ മാതാവിന് മാത്രം ശക്തിയുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയില്ല. പക്ഷേ മാതാവെന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്, വിശ്വാസമാണ്, മാതാവാണെല്ലാം. പക്ഷെ ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു. അതിനുശേഷം ചില സാഹചര്യങ്ങളിൽ, ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങളിൽ എനിക്കെന്തോ പിന്നെ എൻ്റെ മനസ്സിൽ കൃപാസനം എന്നുള്ളൊരു ഓർമ്മ വന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാൻ ആ ചേച്ചിയോട് അന്ന് അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ അവിടെ പോയില്ലല്ലോ എന്നുള്ള എനിക്കൊരു ഓർമ്മ വന്നു. അപ്പോഴും ഞാനായിട്ട് ഇനീഷ്യേറ്റ് എടുത്ത് പോകണം എന്നൊരു ഇതുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ റൂമിൽ റൂംമേറ്റായിട്ടിരുന്നൊരു ചേച്ചി ഇതുപോണക്ക്, ഞാൻ കൃപാസനത്തിൽ പോകണം എനിക്ക് കൂട്ടില്ലാനോ, ഒന്ന് വരുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ ചേച്ചി വരാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനപ്പം ആ ബസ്സിൽ നിന്നപ്പോൾ ഞാൻ ആലോചിക്കുകയും ചെയ്തു, ഓ എൻ്റെ ദൈവമേ, ഞാനിത് പോണക്ക് വരണമെന്ന് ആലോചിച്ചതേ ഉള്ളല്ലോ, അപ്പോഴത്തേക്കിനും എന്നെ കൊണ്ടുപോകാൻ വരെ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചു. മാതാവായിട്ട് തന്നെ എന്നെ കൊണ്ടുവരുന്ന ആയിരിക്കും എന്ന് ഞാൻ കരുതി. അതുപോണക്ക് തന്നെ അന്ന് ഞാൻ വന്നു, 1-2 പ്രാവശ്യം ആ ചേച്ചിയോട് കൂടെ വന്നു. അപ്പോഴും എനിക്ക് ഉടമ്പടി എന്നാണെന്ന് അറിയില്ല, ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് പ്രത്യേകിച്ച് തോന്നിയൊന്നുമില്ല. അതിനുശേഷം ഞാൻ ആ ചേച്ചിയുടെ കൂടെ 2-3 പ്രാവശ്യം വന്നു. പക്ഷെ വരുംതോറും എനിക്കെന്തോ ഒരു നല്ല ഒരു ഇത്, എനിക്കറിയത്തില്ല എന്താണെന്ന് പറയാനായിട്ട്, നല്ലൊരു മാതാവിനോടൊരു ഭയങ്കര ഭക്തിയും, ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത്, എനിക്ക് വരാൻ ആ ചേച്ചി വിളിക്കുമ്പോഴത്തേനും ഓക്കെ ഞാൻ റെഡിയാണ്, ആ ചേച്ചി പറയുമ്പോഴത്തേക്കിനും ലീവ് അല്ലെങ്കിൽ ഞാൻ ലീവ് എടുക്കും. ഓൾറെഡി പറഞ്ഞ് ഞാൻ ചേച്ചിയോട് പറയും, ചേച്ചി ഓൾറെഡി പറയണേ, ഞാൻ ലീവ് ചോദിച്ച് വെക്കാം എന്നും പറഞ്ഞ് അങ്ങനെ ആ ചേച്ചിയുടെ ഒരു 3-4 പ്രാവശ്യം ഞാൻ വന്നു. ആ ചേച്ചി UK പോകാൻ ഇങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. OET 3-4 പ്രാവശ്യം എഴുതിയിട്ടാണ് ആ ചേച്ചിയുടെ ഹോസ്പിറ്റലിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് തന്നെ, ഗ്യാപ്പ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചേച്ചി ഒരു ദിവസം എൻ്റെ അടുക്കെ കരഞ്ഞിരുന്ന് പറഞ്ഞു, അനു ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചതാണ്, പക്ഷേ ഇതുവരെ എനിക്കൊരു ഇതുണ്ടായിട്ടില്ല. ഞാൻ ചുമ്മാ പോയൊരു എക്സാം എഴുതി, ഉടമ്പടി എടുത്തതിന് ശേഷം ചുമ്മാ പോയൊരു എക്സാം എഴുതി, അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പറഞ്ഞോണക്ക് ആ ചേച്ചിയുടെ റിസൾട്ട് വന്നപ്പോൾ ആ ചേച്ചി ഇതുപോണക്ക് പാസ്സായിരുന്നു. പിന്നെ അതിനുശേഷം ആ ചേച്ചി അങ്ങനെ പോയി ഹോസ്റ്റലിൽ നിന്നൊക്കെ. അതിനുശേഷവും ഞാൻ ഉടമ്പടി എടുക്കണം എന്ന് എനിക്ക് ഇത് തോന്നില്ലെന്നല്ല, എനിക്ക് മനസ്സിലോട്ട് അത് വരുന്നില്ല. പക്ഷേ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസം. ഞാൻ ചുമ്മാ ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണെങ്കിലും ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വരും. എനിക്കിവിടെ നേരിട്ട് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബിലും ചേച്ചി പറഞ്ഞു തന്നിട്ട് അത് ചെയ്യും. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ആ പ്രാർത്ഥന, ഉടമ്പടിയിലല്ലായിരുന്നെങ്കിൽ പോലും ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ പ്രാർത്ഥന ഭയങ്കര ശക്തിയുള്ളതാണെന്ന് പറഞ്ഞിട്ട് രാവിലത്തെയും വൈകിട്ടത്തെയും പ്രാർത്ഥന ഞാൻ എഴുതിയെടുത്തിട്ട് അത് ചെല്ലുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്തെങ്കിലും പ്രത്യേകിച്ച് ജോലിയിൽ ബുദ്ധിമുട്ട്, അല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും ഞാൻ റൂമിൽ അത് രാവിലെയും വൈകിട്ടുമൊക്കെ ഇരുന്ന് ചെല്ലുമായിരുന്നു. കൃത്യതയൊന്നുമില്ലെന്ന്, പക്ഷേ എനിക്ക് മനസ്സിന് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ ഞാൻ ചെല്ലുമായിരുന്നു. അതിനുശേഷം വേറെ ഒരു ചേച്ചി തന്നെ, അവിടുത്തെ തന്നെ സ്റ്റാഫായിട്ടുള്ളൊരു ചേച്ചി തന്നെ എന്നെ ഒരു ദിവസം ഉടമ്പടി എടുക്കാൻ ഞാൻ പോവുകയാണ്, അനു വരുന്നോ എന്ന് ചോദിച്ചു. അനു എടുക്ക്, നല്ലതാണ്, ഒത്തിരി ഇതുള്ള. ആ ചേച്ചി അപ്പോൾ പുതുക്കാനായിട്ടാണ് പോകുന്നത്. ഞാനും പോവുകയാണ്. ആ ചേച്ചി ഈ പറഞ്ഞ പുറത്തേക്ക് ആദ്യമായിട്ട് നോക്കിയതാണ്, പക്ഷേ ആ ചേച്ചിക്ക് ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞോണക്ക് ഞാൻ ഓക്കെ ചേച്ചി ഞാനും വരാം എന്ന് പറഞ്ഞിട്ട്, ഞാൻ സത്യം പറഞ്ഞാൽ ഒരുങ്ങിയൊന്നും അല്ല വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ശരിക്കും എടുക്കണം എന്നുള്ളൊരു ഇത് തോന്നി. ഞാനും ആ ചേച്ചി എടുത്തു. ആ ചേച്ചിയുടെ വിശ്വാസം കണ്ടപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് വിശ്വാസമായി. ഓൾറെഡി മാതാവിൽ വിശ്വാസമുണ്ട്, പക്ഷേ ഉടമ്പടി എന്താണെന്നോ അതിനെക്കുറിച്ചൊരു ഐഡിയ ശരിക്കും ഉണ്ടായിരുന്നില്ല. അന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി, നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ യാത്രയുടെയും ജോലിയുടെയും ബുദ്ധിമുട്ട് കാരണം കുറച്ചൊക്കെ ഉഴപ്പിപ്പോയി. എന്നാൽ പോലും ഞാൻ എന്നിട്ട് ആ ഉടമ്പടി വെച്ച നിയോഗങ്ങൾ പോലും മറന്നുപോയെന്ന് തന്നെ പറയാം. പക്ഷേ
മാതാവ് ശരിക്കും മറന്നിട്ടില്ലായിരുന്നു തോന്നുന്നു. ഞാൻ അതിനകത്ത് ആദ്യം വെച്ചൊരു കാര്യം, എൻ്റെ സൗദിയിൽ ഞാനൊരു നേഴ്സാണ്. അതുവരെ ഞാൻ പുറത്തേക്ക് പോകണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ 2011 പാസ് ഔട്ട് ആയ ഒരാളാണ്. അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പോകണം എന്ന് വിചാരിക്കുന്നത്. പക്ഷെ പോകാൻ വിചാരിച്ച് ഇതിനിറങ്ങി പുറപ്പെട്ടപ്പോൾ തടസ്സങ്ങളായിരുന്നു. എനിക്ക് ഒന്നാമത്തെ കാര്യം, നഴ്സിംഗ് പഠിച്ചവർക്കറിയാം, എക്സാമുണ്ട്, എല്ലാ രാജ്യത്തേക്ക് പോകാനും എക്സാമുണ്ട്. ഞാൻ സൗദിയാണ് പോകുന്നത്. സൗദി പ്രോമെട്രിക് എക്സാമുണ്ട്. അത് തിയറിയാണ് മുഴുവൻ ചോദിക്കുന്നത്. അത് നേരിട്ടുള്ള തിയറിയൊന്നുമല്ല, അത്തരം കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമ്മൾ ശരിയാണെന്ന് പറയുന്നതായിരിക്കും തെറ്റ്. അങ്ങനെയൊക്കെയുള്ളൊരു ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള എഴുതിയവർക്കറിയാം. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു ഓൺലൈൻ ക്ലാസ്സൊക്കെ ജോയിൻ ചെയ്തു. എഴുതാമെന്ന് പറഞ്ഞിട്ടൊക്കെ ചെയ്തു. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് അല്ലായിരുന്നു. ഒത്തിരി പേർക്ക് പോകുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള എക്സാമിനെ അപേക്ഷിച്ച് ഒരു മണിക്കൂറേ ഉള്ളൂ. ഈ എക്സാം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറാണ്. അതും ബാക്കിയുള്ള ക്വസ്റ്റ്യൻ 100-150 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഇതിന് 210 ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇത്രയും ടൈമിനുള്ളിൽ നമ്മൾ 210 ക്വസ്റ്റ്യൻ കവർ ചെയ്യണം. ആ തരുന്ന സിനാരിയോ എന്ന് പറയുമ്പോൾ ഒരു വലിയ പാരഗ്രാഫ് ആയിരിക്കും. ഇത് വായിച്ച് വരുമ്പോഴത്തേക്കിനും ഓരോ ക്വസ്റ്റ്യനും അത്രയും ടൈമിംഗ് ഉള്ളൂ. ആ ടൈമർ പോകുമ്പോഴത്തേക്കിനും നമ്മുടെ നെഞ്ചിടിപ്പ് കൂടും. അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും നമ്മൾ തെറ്റിക്കും. അങ്ങനെ തന്നെ 1-2 പ്രാവശ്യം, ആകെ 3 ചാൻസേ ഉള്ളൂ എഴുതാനായിട്ട്. 2 പ്രാവശ്യമൊക്കെ ഫെയിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ മിക്കവരും ഹോസ്പിറ്റലിൽ അവിടെ പോയിട്ട് എഴുതാൻ ഒന്നുകൂടെ പാടാം. അപ്പോൾ അങ്ങനെ എന്നിൽ ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. കാരണം തിയറി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത്യാവശ്യം പഠിക്കുമെങ്കിലും അറിയാം, ഈ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി ഒത്തിരി വർഷമായപ്പോൾ, 12 വർഷം എന്ന് പറഞ്ഞാൽ 2011 ഞാൻ പാസ് ഔട്ട് ചെയ്തതാണ്. അപ്പം ഊഹിക്കാമല്ലോ, ഒന്നും തലയിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉടമ്പടി വന്ന് എടുത്തതിന് ശേഷം മാതാവിൻ്റെ കാശുരൂപവും എല്ലാം ആയിട്ടാണ് ഞാൻ പോയത്. എനിക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിലും അന്ന് ഞാൻ വീട്ടിൽ നിന്ന് പോയി വന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ജോലി. കുഞ്ഞിൻ്റെ കാര്യവും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഈ യാത്രയും, ഈ AC റോഡ് വർക്ക് നടക്കുന്നതുകൊണ്ട് 1.5 മണിക്കൂർ തന്നെ ഒരു 1 സൈഡ് യാത്ര ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ ആയിട്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമെങ്കിലും ഞാൻ ഒന്നും പഠിച്ച ഒരൊറ്റ ബുക്കിൻ്റെ ഒരു പേജ് പോലും പിന്നെ ഞാൻ തിരിച്ച് നോക്കിയിട്ടില്ല എക്സാം കഴിയുന്നത് വരെ. എന്നിട്ട് ഞാൻ ആ എക്സാമിൻ്റെ 2 ദിവസം മുമ്പ് 2 CLFH അങ്ങനെ 2 ലീവ് എടുത്തു. ആ 2 ദിവസം മാത്രമാണ് ഞാൻ ആ ടെസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുന്നത്. അതും ടെസ്റ്റൊന്നും നോക്കാൻ പറ്റത്തില്ല. ഹസ്ബൻഡ് കൂടെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡോട് ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ചതാ, ഇതെന്തായാലും മുഴുവൻ കവർ ചെയ്യാൻ പറ്റത്തില്ല, തോന്നുന്ന എന്തെങ്കിലും മറിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും വരുന്ന ക്വസ്റ്റ്യൻസ് എന്നോടൊന്ന് ചോദിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ ഹസ്ബൻഡ് എന്നോട് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. എന്നിട്ട് പുള്ളി തന്നെ പറഞ്ഞു ഇത് വരും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ മാതാവിനെ വിശ്വസിച്ച് മാത്രമാണ് പോയത്. കാരണം എൻ്റെ തലയിൽ ഒന്നുമില്ലായിരുന്നു. എനിക്ക് രാത്രിയിൽ സ്ഥലം മാറി കിടന്നോ ഈ ടെൻഷൻ എന്താണെന്ന് അറിയത്തില്ല. ഞാൻ 1 മണി വരെ എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒട്ടും തന്നെ എനിക്ക് രാവിലെ എഴുന്നേറ്റ് എനിക്ക് കണ്ണുപോലും തുറക്കാൻ പറ്റുന്നില്ല. എനിക്ക് തലവേദന കൊണ്ട് വയ്യായിരുന്നു. എനിക്ക് ആകെ കൂടെ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണം എല്ലാം കൂടെ ആയിട്ട് പഠിച്ചതും കൂടെ എൻ്റെ തലയിലില്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ പോയി. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപ എൻ്റെ കൊന്തയിലുണ്ട്. ചെക്കിങ്ങിന് അവർ ചോദിച്ച് ഊരി കാണിക്കാൻ പറഞ്ഞു. ഞാൻ കാണിച്ചു. പക്ഷേ അവരെന്നോട് ഊരി മാറ്റാനൊന്നും പറഞ്ഞില്ല. ഞാൻ കഴുത്തിൽ തന്നെ ഇട്ടു. ഓൾറെഡി ഞാൻ മാതാവിൻ്റെ ഉടമ്പടിത്തൈലം തേച്ചുകൊണ്ടാണ് പോയത്. മാതാവിൻ്റെ ഒരു കുഞ്ഞു രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് പക്ഷേ അകത്ത് കയറ്റാൻ പറ്റില്ല. പുറത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഈ പറഞ്ഞ കണക്ക് ഉപ്പൊക്കെ കഴിച്ചിട്ടാണ് പോയത്. പക്ഷേ കാശുരൂപ എൻ്റെ കൊന്തയിലുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോഴേ എക്സാം എഴുതിയപ്പോഴത്തേനും എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും ഞാൻ പിന്നെ ട്രെയിനിൽ തിരിച്ചു വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്കിന് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് പോലും ഞാൻ തെറ്റിച്ചേക്കുക. കാരണം എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എൻ്റെ തലയിലൊന്നും കയറുന്നില്ല. ഈ ഉറക്കം ശരിയാവാത്തതുകൊണ്ട് എൻ്റെ തലയിലൊന്നും കയറുന്നില്ല. എന്നിട്ട് എനിക്ക് ചോദിച്ചിട്ട് പിന്നെ ട്രെയിനിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. അയ്യോ ഇതല്ലല്ലോ ആ ആൻസർ, ഞാനിതെനിക്ക് അറിയാമെന്നല്ലോ, എന്നിട്ട് ഞാൻ തെറ്റിച്ചല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ടെൻഷനായി. എന്തായാലും ഞാൻ പൊട്ടും. കാരണം ബാക്കിയൊന്നും അറിയത്തേ ഇല്ലാത്തതാണ്. അറിയാവുന്നത് തെറ്റിച്ചു. പിന്നെ ഹസ്ബൻഡ് പറഞ്ഞു തന്ന കുറേ ക്വസ്റ്റ്യൻസ്, തലേദിവസം പറഞ്ഞു തന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് അന്ന് ഞാൻ കേൾക്കുന്നതാണ് ആദ്യമായിട്ട്. പക്ഷേ എനിക്ക് അതൊക്കെ ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ തെറ്റിക്കുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇവിടെ വന്നു. റിസൾട്ട് വരുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. കുറേ നേരം ഇവിടെ ഇരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അറിയാം എൻ്റെ തലയിൽ ഒന്നുമില്ലായിരുന്നു, ഞാനൊന്നും എഴുതിയിട്ടില്ല, എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ജയിക്കത്തുമില്ലെന്ന് എനിക്കറിയാം. നിനക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ചോദിക്കാൻ പോലും എനിക്കിതായിരുന്നു മാതാവിനോട്. കാരണം അതുകൊണ്ടൊക്കെ എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു ഞാൻ ജയിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നിനക്കിഷ്ടമാണെങ്കിൽ എന്നെ ഒന്ന് ജയിച്ചു തരണം, ഇനി എൻ്റെ കയ്യിൽ പൈസ മുടക്കാനായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേക്കിനും എൻ്റെ കൂടെ ഞങ്ങളവിടെ ഹോസ്റ്റലിൽ ക്രാഷ് കോഴ്സിന് പോയായിരുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന റൂംമേറ്റ്സിൽ കുറച്ച് പേരൊക്കെ തോറ്റു.
പക്ഷേ ഞങ്ങളുടെ ബാച്ചിലുണ്ടാകുന്ന കുറച്ച് ഞങ്ങൾ അറിയാവുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിച്ചപ്പോൾ ചിലവരൊക്കെ, അപ്പോൾ എനിക്ക് പിന്നെയും ടെൻഷനായി. ഞാൻ ആ ഹോസ്റ്റലിൽ തന്നെ ചാപ്പലിൽ പോയിരുന്നിട്ട് ഞാൻ മാതാവിൻ്റെ മുന്നിൽ വെച്ചാണ് ആ റിസൾട്ട് ഞാൻ തുറന്നത്. അവിടുത്തെ മാതാവിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് തുറന്നത്. അങ്ങനെ ഞാൻ 500 മാർക്കാണ് വേണ്ടത്, 560 മാർക്ക് തന്ന് മാതാവിനെ കാത്തു. പിന്നെയും തടസ്സം, പരീക്ഷ പാസ്സായി, എല്ലാം കഴിഞ്ഞ് മെഡിക്കൽ വന്നപ്പോഴത്തേക്കിനും ചെസ്റ്റ് എക്സ്റേയിൽ പാച്ച്, അത് മെഡിക്കലിന് പോയവർക്കറിയാം, ചെസ്റ്റ് എക്സ്റേയിൽ പാച്ച് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ചെറിയൊരു വരയാണെങ്കിൽ പോലും അത് പാസ്സാവത്തില്ല. അവർ അൺഫിറ്റ് അടിച്ചില്ല, വേറെ നിങ്ങൾ മെഡിക്കൽ സെൻറ്റർ നോക്കിക്കോ, അവിടെ ചിലപ്പോൾ പാസ്സാവുക എന്ന് പറഞ്ഞു. 1 അല്ല 2 അല്ല 3 അല്ല, ഞാൻ 4 മെഡിക്കൽ സെൻറ്ററിൽ മെഡിക്കൽ എടുത്തു. ഓരോ പ്രാവശ്യം 6000 രൂപ, 5500 രൂപ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അത് സാലറിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത്. പക്ഷേ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്ത് പോകണം, ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ഇതിലാണ് ഈ ചെയ്യുന്നത്. അങ്ങനെ അവസാനം 4ാമത്തെ മെഡിക്കൽ എടുത്തിട്ട് ഞാൻ മടുത്തു. ഞാൻ എന്നിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ചു ഇനി ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ അതിനുശേഷം ഉടമ്പടി പുതുക്കി. എന്നിട്ട് മാതാവിനോട് പറഞ്ഞു, മാതാവേ, നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, നിനക്ക് എൻ്റെ സിറ്റുവേഷനൊക്കെ അറിയാം, എൻ്റെ കാര്യങ്ങൾ മുഴുവൻ അറിയാം, നിനക്ക് പറ്റുവാണെങ്കിൽ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് ശരിയാക്കി താ എന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു. ആ ഉടമ്പടിയിൽ ഞാൻ ജോലിയുടെ കാര്യം മെയിനായിട്ട് പ്രാർത്ഥിച്ചതേ ഇല്ല. മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ മറന്നുപോയെന്ന് തന്നെ പറയാം. ആ സമയത്താണ് ഞങ്ങളുടെ അവിടെ പുതിയൊരു കൊച്ച്, ന്യൂ ജോയിൻ ചെയ്യുന്ന ഒരു കൊച്ച് വന്നത്. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഞാൻ വഴി റെക്കമെൻഡ് ചെയ്ത് അവിടെ ഇൻ്റർവ്യൂവിന് അവൾ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്കൊക്കെ എൻ്റെ മെഡിക്കലിൻ്റെ പ്രശ്നം അറിയാം. കാരണം ഞാനിത് തുടങ്ങിയിട്ട് 1.5 വർഷം മുന്നേ ആയി ഈ പ്രോസസ്സിങ് തുടങ്ങിയിട്ട്. അപ്പോൾ അവൾ എൻ്റെ അടുക്ക ചോദിച്ചു, അനു ഇതുവരെ മെഡിക്കൽ ഓക്കെ ആയില്ലെന്ന് ചോദിച്ചാൽ. അത് ഈ കൊച്ച് കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൊച്ച് പറഞ്ഞു, ചേച്ചി ഞാനൊരു നമ്പർ തരാം, ആ നമ്പറിലേക്ക് ഒന്ന് ചേച്ചി കോൺടാക്റ്റ് ചെയ്യുക, എന്നിട്ട് അവർ പറയുന്നിടത്ത് പോയി ഒന്ന് എടുക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ശരി നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ആ നമ്പർ എടുത്തു. എന്നിട്ട് ഞാൻ വൈകിട്ട് പ്രാർത്ഥന ചൊല്ലിയപ്പോഴത്തേക്കിന് എൻ്റെ മനസ്സിരുന്ന്, ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോഴത്തേന് മനസ്സിൽ ആ ഒരു നമ്പർ ഉണ്ടല്ലോ, ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ എന്താണെന്ന് ഞാൻ പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞപ്പോഴത്തേനും ഇങ്ങനെ മനസ്സിരുന്ന് ആരോ അത് വിളിക്കുക എന്നിങ്ങനെ തോന്നിക്കുകയാണ്. അങ്ങനെ ഞാൻ വിളിച്ചു. എൻ്റെ ആണെങ്കിൽ ഞാൻ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഡൽഹി ഏജൻറ്റിൻ്റെ അടുത്തലാണ്. അപ്പം ഒരു വട്ടം പ്രോസസ്സിങ് ചെയ്തവർക്കറിയാം, നമ്മൾ ഒരു ഏജൻറ്റിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മെഡിക്കൽ തന്നെയായിട്ട് വേറൊരു ഏജൻറ്റ് നമുക്ക് ചെയ്തു തരത്തില്ല. പക്ഷേ ഈ കൊച്ച് തന്നതിൻ്റെ പേരിൽ ഞാൻ അയാളെ കോൺടാക്റ്റ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു അവരുടെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഇവരുടെ അണ്ടറിൽ ചെയ്താൽ ഇവർ ചെയ്തു തരത്തുള്ളായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ എൻ്റെ അടുക്ക് ഒരു ഡിമാൻഡും പറഞ്ഞില്ല. എൻ്റെ അടുക്ക് പറഞ്ഞു, ഞാൻ ഒരു നമ്പർ തരാം, അവരെ കോൺടാക്റ്റ് ചെയ്യുക, അവർ പറയുന്ന ദിവസം അപ്പോയിൻമെൻ്റ് എടുത്ത് തരും, എന്നിട്ട് പോയി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 4 പ്രാവശ്യം ഞാൻ നോക്കിയിട്ട് ചെയ്യാത്ത കാര്യം ആ സമയത്ത് ഇതുപോണക്ക് ഉടമ്പടിയിൽ അതിഥിഷ്ടമായിട്ട് ഞാൻ മാതാവിന് വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അത്ര നാളെ എനിക്ക് ജോലി ശരിയാണ് എല്ലാം ഞാൻ 3 പ്രാവശ്യം ഇപ്പോൾ ഉടമ്പടി പുതുക്കി. ആദ്യമേ ഉടമ്പടി എടുത്തപ്പോഴും ആദ്യത്തെ പുതുക്കലിനും 2ാമത്തെ പുതുക്കലിനും എല്ലാം ഞാൻ ആദ്യം വെച്ചുകൊണ്ടിരുന്നത് എൻ്റെ ജോലിയുടെ കാര്യമായിരുന്നു ആദ്യം വെച്ചുകൊണ്ടിരുന്നത്. അത് ഈ ലാസ്റ്റ് പുതുക്കലിൽ ഞാൻ ഏറ്റവും ലാസ്റ്റാണ് വെച്ചിരുന്നത്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ജോലി നീ ശരിയാക്കി തരണേ മാതാവേന്ന്. അങ്ങനെ അത് ഞാൻ പോയി, ശരിയായി, എല്ലാം കഴിഞ്ഞു. അത് റെഡിയായെന്ന് പറഞ്ഞ് ഏജൻറ്റിനോട് പറഞ്ഞപ്പോഴത്തേക്കിനാണ് ഏജൻറ്റ് പറയുന്നു, അയ്യോ അനു, ആ വിസ ക്യാൻസലായി പോയല്ലോ എന്ന്. മെഡിക്കൽ എടുത്തവർക്കറിയാം, നമ്മൾ മെഡിക്കലിൻ്റെ വാലിഡിറ്റി ഇത്ര ദിവസമേ ഉള്ളൂ. അപ്പോഴത്തേന് അതിനുള്ളിൽ നമ്മൾ കയറിപ്പോയില്ല, വിസ അതിനുള്ളിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ മെഡിക്കലും ഇതാകും. അപ്പോൾ ഓൾറെഡി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് മെഡിക്കൽ എടുത്ത് കിട്ടിയിട്ട് ഇനി അത് ക്യാൻസലായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോകത്തുമില്ല. ഞാൻ അതുപോലൊക്കെ സ്ട്രഗിൾ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോരുത്തരും ചോദ്യം കേട്ട് ഞാൻ മടുത്തു. കാരണം ഞാൻ സൗദി പ്രോസസ്സിങ്ങിലാണെന്നറിഞ്ഞ് എക്സാം പാസ് ചെയ്തിട്ട് ഞാനിപ്പം 1 വർഷം കഴിഞ്ഞു. സെപ്റ്റംബറിലാണ് എൻ്റെ റിസൾട്ട് വന്നത്. 1 വർഷം കഴിഞ്ഞു. അപ്പം ഹോസ്പിറ്റലിലാണേലും അയൽക്കാരാണേലും ഇങ്ങനെ ചോദിച്ച് ഒന്നും ആയില്ല ഇതുവരെ ഒന്നും ആയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് ശരിക്കും ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ കടന്നു പോയവർക്ക് മനസ്സിലാവും. അങ്ങനെ അവസാനം വിസ ക്യാൻസലായെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും അവരോട് എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാഡം എങ്ങനെയെങ്കിലും ഒന്ന് മാഡത്തിന് അറിയാമല്ലോ എൻ്റെ അവസ്ഥ, എങ്ങനെയെങ്കിലും എനിക്കൊരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞു. നോക്കാനോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പറഞ്ഞോണെങ്കിൽ ഞാൻ 1 ദിവസം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിടന്ന് ഞാൻ ഉറങ്ങിയതാണ്. ഉറങ്ങിയ സമയത്ത് എൻ്റെ റൂംമേറ്റ് ആണെന്ന് ആ കൊച്ച് എന്തോ ഒരു ഫോൺ വന്നാണ്. ഞാൻ ഉറങ്ങിയതായിരുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നു മാതാവിൻ്റെ ഇടപെടലാണ്. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റ ഉറക്കമാണ്. തൈറോയിഡൊക്കെ ഉള്ളതുകൊണ്ട് കിടന്ന് കഴിഞ്ഞപ്പോൾ ഒറ്റ ഉറക്കമാണ്. ഞാൻ അറിയാറില്ല.
അപ്പോഴാണ് ആ കൊച്ചിനൊരു ഫോൺ വന്നത്. അത് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ ആ ഇത് കേട്ട് ഞാൻ ഞെട്ടി എഴുന്നേറ്റ് എൻ്റെ ഉറക്കം പോയപ്പോൾ ഞാൻ പതുക്കെ ഫോൺ നോക്കിയപ്പോൾ ഈ ഏജൻറ്റ് മെസ്സേജ് അയച്ചേക്കുവാണ് പിറ്റേ ദിവസം എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. പിറ്റേ ദിവസം എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ്. അത് ഞാൻ അതുവരെ കാഷ്വാലിറ്റി വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ ഒരു 2 മാസമായുള്ളൂ ഒരു VIP ഫ്ലോറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവിടുത്തെ ഇൻചാർജും എനിക്ക് പുതിയതാണ്. അപ്പം ചേച്ചിയോട് എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ രാത്രിയിലൊക്കെ വിളിച്ച് ലീവ് ചോദിക്കുന്നതും അത്ര ഇതല്ല, പറ്റത്തുമില്ല. അതുപോലെ സ്റ്റാഫും ഇല്ല, ഒത്തിരി ബിസി ആയിട്ടുള്ള സ്ഥലമായിരുന്നു വർക്ക് ചെയ്യാൻ. നമുക്കങ്ങനെ പെട്ടെന്ന് ലീവ് ചോദിക്കാൻ പറ്റത്തില്ല. ഓൾറെഡി 2 ആഴ്ച മുന്നൊക്കെ ഓരോരുത്തർ ലീവ് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു ടെൻഷനായിരുന്നു. 11 മണിയായി രാത്രിയിൽ, രണ്ടും കൽപ്പിച്ച് ഞാൻ കിടന്നു. പിറ്റേ ദിവസം ഞാൻ ആദ്യമേ ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ ചാപ്പലിൽ പോയി മാതാവിൻ്റെ അടുക്ക് പറഞ്ഞു, മാതാവേ ഞാൻ ഇന്നോണക്ക് ചേച്ചിയോട് ചോദിക്കാൻ പോകണേ, എനിക്കൊരു ഹാഫ് ഡേ തരണേ, അല്ലെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ സൗദി ടൈമാണ്, ഓൺലൈനായിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഈ ഒരു ചാൻസ് കൂടെ പോയി കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, ഇനി മെഡിക്കൽ എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് മാതാവിൻ്റെ അടുക്ക് പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു ചാപ്പലിൽ. എന്നിട്ട് ചേച്ചിയോട് പോയി ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു സിസ്റ്ററിനോട് ചോദിക്കാൻ പറഞ്ഞു, മേട്ടനുണ്ട്. മേട്ടനോട് ചോദിച്ചപ്പം മേട്ടൻ എന്നാ കാര്യമെന്ന് ചോദിച്ചു. ഞാൻ ഇത് തന്നെ പറഞ്ഞു, എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനാ സിസ്റ്ററെ എന്ന് പറഞ്ഞു. ഒന്നും ചോദിച്ചില്ല, സിസ്റ്റർ എനിക്കത് തന്നു. അങ്ങനെ ഞാൻ ഓടി ഹോസ്റ്റലിൽ ചെന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഫുഡ് കഴിച്ചെന്ന് വരുത്തി. എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടില്ല. കാരണം ഞാൻ ഇൻ്റർവ്യൂ ഇതിനു മുമ്പ് ഒത്തിരി ഓഫർ ലെറ്റർ വരും. പക്ഷേ എൻ്റെ മെഡിക്കൽ കാരണം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ എല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ എനിക്ക് മെഡിക്കലിൻ്റെ പ്രശ്നം കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവർ ഒരു ടൈം തരുമല്ലോ, അപ്പോൾ അതിനുള്ളിൽ മെഡിക്കൽ പാസ്സാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ആ ഓഫർ ലെറ്റർ അങ്ങ് ഇതാകും, വിസ ഇതായിപ്പോവും. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ 3 or 4 ഓഫർ ലെറ്ററാണ്, 3 പ്രാവശ്യം ഓഫർ ലെറ്റർ വന്നാണ് എനിക്ക്. അതാണ് ഈ മെഡിക്കലിൻ്റെ പേരിൽ പോയത്. പിന്നെ 4ാമത്തെ ഒരു അറ്റൻഡാണിത്. അപ്പം ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ചേച്ചിയോട് അങ്ങനെ ലീവ് കിട്ടി വന്നതിന് ശേഷം എനിക്കൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. ഒന്നും തന്നെ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല. ഞാൻ ഫോണിൽ എന്തൊക്കെയോ അടിച്ചു. എനിക്കൊരു 1/2 മണിക്കൂർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ഞാൻ ടൈപ്പ് ചെയ്തു. എനിക്ക് എന്തൊക്കെയോ ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ അടിച്ച് ഒരു 3-4 ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ നോക്കിയുള്ളൂ. എനിക്ക് അതിനുള്ള സമയമുള്ളായിരുന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ അറ്റൻഡ് ചെയ്തു. പക്ഷേ ആ കറക്റ്റ് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടായിരുന്നു മാതാവിൻ്റെ. ഞാൻ തൈലം നെറ്റിയിൽ തേച്ചിട്ട്, നെറ്റിയിലല്ല ശരിക്കും ഞാൻ ഉച്ചിയിലാണ് തേക്കുന്നത്. എൻ്റെ ബുദ്ധി തെളിയണേത് പ്രാർത്ഥിച്ചാണ് തേക്കുന്നത്. പിന്നെ ഇച്ചിരി ഉപ്പ് എടുത്ത് വായിലിട്ടു. കയ്യിൽ കാശുരൂപം മുറുക്കെ പിടിച്ചിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. എനിക്കറിയത്തില്ല, ഞാൻ 5 ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തതിൽ 3 ക്വസ്റ്റ്യനാണ് എൻ്റെ ഇടയ്ക്ക് അവർ ചോദിച്ചത്. അത് തന്നെ എന്നെ മുഴുവൻ പറയാൻ അവർ സമ്മതിക്കുന്നില്ല. ഞാൻ എന്നോട് ചോദിക്കുമ്പോഴേ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ അവർ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് അത്ര ഇതായിട്ടാണ് അവർ 3 ക്വസ്റ്റ്യൻ, അത് ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻ മാത്രമാണ് അവർ എൻ്റെ അടുക്ക് ചോദിച്ചത്. അതിനുശേഷം അവർ ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞു. 1 ആഴ്ചയായി 2 ആഴ്ചയായി അറിവൊന്നുമില്ല. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഞാൻ നല്ലതായിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. അന്ന് ഞാനിവിടെ വന്നു, മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ അവസാന ചാൻസാണ്, ഇത്ര ദിവസമായി മെഡിക്കൽ കഴിഞ്ഞിട്ട്. ഓരോ ദിവസം എന്ന് പറയുന്നത് എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കാരണം എനിക്ക് ഇനി ഒരു മെഡിക്കൽ എടുക്കുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ പോയി, മാതാവ് ഇന്ന് എനിക്കൊരു തീരുമാനം അറിയണം എന്ന് ഞാൻ പ്രാർത്ഥിച്ച് കറക്റ്റ് ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുകയും എൻ്റെ ഫോണിലേക്ക് ഓഫർ ലെറ്റർ വരുമായിരുന്നു. ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. അങ്ങനെ അത് റെഡിയായി. അങ്ങനെ ഞാൻ ഈ ഞായറാഴ്ച പോവുകയാണ്, സൗദിയിലേക്ക് പോവുകയാണ്. എല്ലാവരും എനിക്കെന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെ മാതാവ്, ഞാൻ അത്ര നാൾ ഉടമ്പടി വെച്ചപ്പോഴത്തെ മാതാവ് എൻ്റെ ജോലി ശരിയാക്കണേ മാത്രമാണ് പ്രാർത്ഥിച്ചുകൊണ്ട്. ലാസ്റ്റ് ഞാനത് വെക്കാതെ ഏറ്റവും ലാസ്റ്റ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നടത്തി തരണമെന്നാണ് മാതാവിൻ്റെ അടുക്കെ പറഞ്ഞത്. അങ്ങനെ മാതാവിന് ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ മാതാവ് എനിക്കത് അവസാനം നടത്തി തന്നു. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ ഒരു ജോലിയുടെ കാര്യമായിരുന്നു. ഹസ്ബൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയർ പാസ്സായ ആളാണ്. പക്ഷെ അതിൻ്റേതായിട്ടുള്ള ജോലി ആയിരുന്നില്ല ആൾ ചെയ്യുന്നത്. ആ ജോലി അത്ര മെച്ചമുള്ളതും ആയിരുന്നില്ല. ഞങ്ങൾക്കും ഫാമിലിക്കും അത് അത്ര ഇഷ്ടമുള്ള ജോലി ആയിരുന്നില്ല. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു. ലാസ്റ്റ് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ അദ്ദേഹത്തിന് ഉറച്ച് നിൽക്കാൻ പറ്റിയ മനസ്സിനിണങ്ങിയ ഒരു ജോലി കൊടുക്കണേന്നാണ്. അങ്ങനെ ഒരു ബേക്കറിയിൽ, CC ബേക്കേഴ്സ് എന്ന് പറയുന്ന അങ്കമാലിയിൽ ആൾ ഒരു അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. പുള്ളി ഹാപ്പി ആയിട്ട് പോകുന്നു. അങ്ങനെ മാതാവ് അങ്ങനെ ഒരു അനുഗ്രഹം അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് പൊതുവെ ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ടായിരിക്കാം, ഇച്ചിരി ഇൻഫെക്ഷനുള്ള പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ അവരൊന്ന് തുമ്മയോ ചുമക്കുകയോ ചെയ്താൽ മാസ്ക് വെച്ചാൽ പോലും എനിക്ക്
എപ്പോഴും ടോൺസിലൈറ്റിസ് ആയിരുന്നു, തൊണ്ടവേദനയായിരുന്നു. എന്നിട്ട് എനിക്ക് ഫുഡ് പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ. എല്ലാ മാസവും ഞാൻ ആൻറ്റിബയോട്ടിക് കഴിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. തല കുളിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2 ദിവസം പെടലിൽ നീരിറങ്ങുക, അങ്ങനെ എനിക്ക് മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. എപ്പോഴും ഈ ഉപ്പുവെള്ളം അതായിരുന്നു എൻ്റെ സ്ഥിരം. എല്ലാ ദിവസവും ഞാൻ ഉപ്പുവെള്ളം കൗക്കൊണ്ടിട്ട് കിടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. എന്നിട്ട് എനിക്ക് പറ്റാതെ, അത് അല്ലാതെ പറ്റാതെ ഞാൻ എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് എടുക്കാതെ എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. അത് മോണിക്ക് എനിക്ക് ഉമ്മുനീര് പോലും ഇറക്കാൻ പറ്റത്തില്ലായിരുന്നു. എല്ലാ മാസവും ഇത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ തന്നെ മറന്നുപോയി, ഇത് പോയ കാര്യം ഞാൻ തന്നെ മറന്നുപോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ ഞാനിപ്പോൾ കുറേ നാളായല്ലോ ആൻറ്റിബയോട്ടിക് കഴിച്ചത്, എനിക്ക് മറ്റേ തണുത്തൊന്നും കഴിക്കാൻ പറ്റില്ല. ഞാനെല്ലാം ഇത് ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ ഓർക്കാതെ തന്നെ തണുത്ത ജ്യൂസും ഇതെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഓർത്തു, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, കുറേ നാളായിട്ട് എനിക്കിത് ഇതുവരെ വന്നിട്ടില്ല. അതെന്നെ മാതാവ് പൂർണ്ണമായി മാറ്റിത്തന്നു. ഇതിപ്പോൾ കുറേ നാളായി. പിന്നെ ഞാൻ വെച്ചിരുന്ന ഒരു കാര്യം ഒരിക്കലും നടക്കത്തില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു, സ്വന്തമായിട്ടൊരു ഭവനം. കാരണം നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കറിയാം, നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഒന്നും തന്നെ അത്ര നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചുമ്മാ ഞാൻ എന്തോ എൻ്റെ മനസ്സിൽ തോന്നി, ഞാൻ തന്നെ അത് ചിരിച്ചു വെച്ചിട്ട്, മാതാവ് ഒരു ഭവനം എനിക്ക് സ്വന്തമായിട്ട് തരണേന്ന്. എന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വെച്ച്, മാതാവ് ഇതെന്നാ വിചാരിക്കും, കാരണം ഒരു രീതിയിലും ലോജിക്കില്ലാത്തൊരു കാര്യം ഞാൻ വെച്ചത്. കാരണം നമുക്ക് അപ്പം അങ്ങനെ ആലോചിക്കാനേ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡൊക്കെ 3 ആൺപിള്ളേരാണ്, ഞാൻ ഏറ്റവും ഇളയ ആളുടെ വൈഫാണ്. അപ്പം മൂത്ത ആൾ ദത്ത് നിൽക്കുവാണ്, ചേട്ടന് വീടൊക്കെ വെച്ചു, ചേട്ടൻ മാറിയേക്കുവാണ്. അപ്പോൾ രണ്ടാമത്തെ ആളും ഞങ്ങളുമാണ് വീട്ടിലുള്ളത്. ചേട്ടൻ ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ്റെ ഫാമിലിയുണ്ട് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ ഫാമിലിയുണ്ട്. അപ്പം അത് ഞാൻ ചുമ്മാ വെച്ചെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എണ്ണം തേക്കാൻ വെച്ചതാ, ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വെച്ചതാ. ഒട്ടും അത് കിട്ടും എന്നുള്ളൊരു പെർസെൻറ്റേജ് പോലും എനിക്കിതില്ലായിരുന്നു, ചുമ്മാ വെച്ചതാ. പക്ഷേ മാതാവ്, ഞാനത് മറന്നേ പോയി. പക്ഷെ മാതാവ് അത് മറന്നിട്ടില്ലായിരുന്നു. മാതാവ് അത് ഈ വെക്കേഷൻ വന്നപ്പോൾ ചേട്ടൻ ആരും തന്നെ അറിഞ്ഞില്ല, ഒട്ടും ഭയങ്കര സർപ്രൈസ് ആയിരുന്നു എല്ലാവർക്കും. ചേട്ടൻ ഒരു സ്ഥലം പോയി കാണുകയും അത് ചേട്ടൻ പോയി സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് ചേട്ടൻ പോയി. ഈയിടെ അതിൻ്റെ പെരവാസ്തോലിയായിരുന്നു, ചേട്ടൻ മാറി താമസിച്ചു. അപ്പോൾ ഒരു ഭവനം തരണമെന്ന് പറഞ്ഞ ദൈവം ഞങ്ങൾക്കിപ്പോൾ ഒരു ഭവനവും കൂടെ തന്നിരിക്കുകയാണ്. ഒരിക്കലും മനുഷ്യന് സാധ്യമല്ലാത്തത്, കാരണം അതെനിക്ക് ഒരിക്കലും മാതാവ് എന്ത് നടത്തി തന്നാലും ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ഇതിലാണെന്ന് സത്യം പറഞ്ഞ് ഞാൻ വെച്ചത്. പക്ഷെ അത് എന്തെങ്കിലും മാതാവ് നടത്തി തരുമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒരിക്കലും ഇത്ര പെട്ടെന്ന് നടത്തി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെയും കൂടെ അനുഗ്രഹം മാതാവ് നടത്തി തന്നു. പിന്നെ എൻ്റെ അമ്മയ്ക്ക് യൂട്രസ് ഇറങ്ങി വരുന്ന ഒരിതുണ്ടായിരുന്നു. അതും ഈ സാമ്പത്തികം ഞാൻ പോകാനായിട്ട് ഇങ്ങനെ എല്ലാം നോക്കുന്നതുകൊണ്ടും അതിൻ്റെ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ആളിത് മിണ്ടാതെ വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്കിങ്ങനെ പറഞ്ഞു, ജസ്റ്റ് ഇറങ്ങി വരുന്നത് കുഴപ്പമില്ല. അപ്പം ഞാനും പറഞ്ഞു, അമ്മച്ചി ഞാനെന്നാൽ പോയിട്ട് കിട്ടുന്ന സാലറിയിൽ നിന്ന് അങ്ങനെ നടത്താം എന്നാ പറഞ്ഞത്, അങ്ങനെ വിചാരിച്ചുകൊണ്ടായിരുന്നത്. പക്ഷേ ആൾക്കത് പെട്ടെന്ന് ഇച്ചിരി സിവിയറായിട്ട് വരികയും പുറത്തോട്ട് ഇങ്ങനെ തള്ളി വരികയൊക്കെ ചെയ്തപ്പോഴത്തേക്കിങ്ങനെ അർജൻറ്റായിട്ട് ചെയ്യേണ്ട വന്നു. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ എൻ്റെ ഫാദറിന് ഒരു ചിട്ടി അടിക്കുകയും അത് ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് മീൻസ് ആ രോഗസൗഖ്യം നൽകണേ, അല്ലെങ്കിൽ സർജറി ഒന്ന് എത്രയും പെട്ടെന്ന് നടത്താൻ എനിക്ക് പറ്റണേ എന്നുള്ള രീതിയിലായിരുന്നു. അത് ഞാൻ പോയാലേ പറ്റത്തുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞത്. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ 18-ാം തീയതിയിൽ അമ്മച്ചിക്ക് സർജറി ചെയ്ത് ഇപ്പോൾ ആൾ സുഖമായിട്ട് റിക്കവറായി വരുന്നു, ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നു. ഞാൻ പോയിട്ട് 4-5 മാസത്തിന് ശേഷം ചെയ്യേണ്ട കാര്യം മാതാവ് ഞാൻ നിൽക്കുക ചെയ്ത് തന്നെ അതെനിക്ക് അമ്മച്ചിനെ നോക്കാനും പറ്റി. എല്ലാ രീതിയിലും സമാധാനത്തോടെയാണ് ഞാൻ പോകാൻ പോകുന്നത്. അമ്മച്ചി ഇപ്പോൾ ഓക്കെ ആയി, അത്യാവശ്യം ചെറിയ ജോലികളൊക്കെ ഇനിയും ചെയ്യാമെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. ഞാനെന്ന് വെച്ചാൽ എൻ്റെ നേഴ്സ് ആയതുകൊണ്ട് തന്നെ എൻ്റെ കാരുണ്യപ്രവൃത്തി മുഴുവൻ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഒത്തിരി സങ്കടത്തോടെയാണ് ഓരോ പേഷ്യൻസും വരുന്നത്. പൈസയുള്ളവരുണ്ട്, പൈസ ഇല്ലാത്തവരുണ്ട്. പൈസ ഉള്ളവർക്ക് നോക്കാൻ ആരും കാണത്തില്ല, പൈസ ഇല്ലാത്തവർക്ക് നോക്കാൻ ആളുകളും, പക്ഷെ പൈസയില്ല. പക്ഷെ അങ്ങനെയുള്ള അവരുടെ കുറേ ബുദ്ധിമുട്ടുകൾ. ഞാൻ മറ്റത് പേഷ്യൻ്റ് അത്ര ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല. ഈ ഉടമ്പടി വന്നതിന് ശേഷം ഞാൻ അവരെ കേൾക്കാനും അവരുടെ ദുഃഖങ്ങൾ എൻ്റെ അടുക്കെ അവർ പറയാനും ഈ സിസ്റ്റർ എന്ത് ചെയ്യുന്ന അന്വേഷിച്ച് നമ്മളോട് സംസാരിക്കാനായിട്ട് ഉള്ള ഒരിതും അങ്ങനെയൊക്കെ ഉണ്ടായി. ഒരു ദിവസം നമ്മൾ വന്നില്ലെങ്കിൽ സിസ്റ്റർ എന്ത് ചെയ്യുന്ന അവരുടെ ബാക്കിയുള്ള സ്റ്റാഫിൻ്റെ അടുക്ക് അന്വേഷിക്കുന്ന രീതിയിലും. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേനും കുറച്ച് പത്രമായിട്ടാണ് പോകുന്നത്.
എല്ലാവർക്കും ഞാൻ പത്രം കൊടുക്കത്തില്ല. ആർക്കാണ് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നത്, അവർ ആ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവർക്ക് അത് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോൾ ഞാനത് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുക്കും. പക്ഷേ മിക്കവരും തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളവരെല്ലാം തന്നെ കൃപാസനത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ കേട്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ളവരോ ഒക്കെ ആയിരിക്കും. കൂടുതലും ഹിന്ദുസ് തന്നെയായിരുന്നു. അങ്ങനെ അവരെ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റി. അവർക്ക് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ഒന്നും വേണ്ട, നമ്മളൊന്ന് നിന്ന് കുറച്ച് നേരം സംസാരിച്ച് തന്നെ കുറേ ആശ്വാസമാവും എല്ലാവർക്കും. അതെനിക്ക് നേരത്തെ അത്ര ഒന്നും ഇല്ലായിരുന്നു, ക്ഷമയില്ലായിരുന്നു. ജോലി തീർക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം അവരുടെ കൂടെ നിന്ന് സംസാരിക്കാനുള്ള ക്ഷമയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി വന്നതിന് ശേഷം ഞാൻ അവരെ പോയി കാണാനും പോകുമ്പോഴും വരുമ്പോഴും പോവാണേ അപ്പച്ചാ പോവാ വരുക ഇന്ന് മോണക്ക് പറഞ്ഞ് ഞാൻ നാളെ ഇല്ല കേട്ടോ വീട്ടിൽ പോവുക അങ്ങനെയൊക്കെ പറഞ്ഞ് അവർക്ക് അവസാനം നമ്മളെ കാണുമ്പോഴത്തേക്കിനും നമ്മളെ പറയാതെ പോകത്തില്ല. അങ്ങനെ നമ്മളില്ലെങ്കിൽ നമ്മളെ അന്വേഷിച്ചും നടക്കും. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് അവരുടെ കൂടുതൽ അവരുമായിട്ട് ഇടപഴകാനും അവരുടെ ദുഃഖങ്ങൾ അറിയാനും തിരിച്ച് നമ്മളെ പറ്റുന്ന രീതിയിൽ അവരെ സാന്ത്വനിപ്പിക്കാനും ഒക്കെയുള്ളൊരു കൃപ കിട്ടി. പിന്നെ കുർബാനയെന്ന് വെച്ചാൽ ഞാൻ കുർബാന എപ്പോഴും കൂടും. പക്ഷെ കൂടുമെന്ന് പറഞ്ഞാലും അത്ര ഭക്തിയോടെയാണെന്ന് കുർബാന കൂടുന്ന ആളൊന്നും ആയിരുന്നില്ല. പല വിചാരമാണ്. കുർബാനയ്ക്ക് പോയിരുന്നാലും പല കാര്യങ്ങൾ ചിന്തിക്കും, ടെൻഷൻ, അത് ഓരോ കാര്യങ്ങൾ ചിന്തയാണ്. പൂർണ്ണമായിട്ടും അതിൽ തന്നെ പങ്കെടുക്കുക അങ്ങനെയില്ല, മനസ്സുകൊണ്ട് പങ്കെടുക്കാറില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ആദ്യം തൊട്ട് അവസാനം വരെ ഓരോ പ്രാർത്ഥനയുടെ അർത്ഥം കണ്ട് അറിഞ്ഞ് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റി. ഉറക്കെ പ്രാർത്ഥന ചെല്ലാനുള്ള കൃപ. മറ്റത് ഉറക്കെയൊക്കെ ചെല്ലാനായിട്ട് ഭയങ്കര ചമ്മലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയില്ല, ഉറക്കെ പ്രാർത്ഥിക്കാനുള്ള കഴിവ് ഒരു കൃപ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ എല്ലാവരോടും പറയും, എൻ്റെ ഈ ജോലി ശരിയായതിന് ശേഷം ഞാൻ എല്ലാവരോടും തന്നെ പറയും, എനിക്ക് ഇങ്ങനെ വന്നതുകൊണ്ട് ഈ കൃപാസന മാതാവാണ് എനിക്ക് ഈ ജോലി തന്നതെന്ന്.